ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം ഞാനും മോളായിട്ടൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഹൂ നോസ് മീ ബെറ്റർ ആണ് ഞങ്ങൾ ചെയ്യണത്. അപ്പോൾ അവളുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയണം, എൻ്റെ കുറച്ച് കാര്യങ്ങൾ അവൾ പറയണം, അങ്ങനെ. അപ്പോൾ ആദ്യം ഞാൻ ചോദിക്കാം, അപ്പോൾ അവൾ എഴുതണം. ഞാൻ ആദ്യം ചോദിക്കാം. ചോദിക്കാം. മൈ ഫേവറേറ്റ് ചോക്ലേറ്റ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു. നെക്സ്റ്റ്, മൈ ഫേവറേറ്റ് കളർ. നെക്സ്റ്റ് അമ്മ ചോദിക്കാം. അല്ല, ഇത് പുള്ളി ഞാനാ പറയുന്നത്. ചോദിക്കാം. മൈ ഫേവറേറ്റ് ഐസ്ക്രീം. ചോക്ലേറ്റ് ആണോ? ചോദിക്കും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര്. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ്. ഇപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടിയ സബ്ജക്റ്റ് ഫേവറേറ്റ്. എൻ്റെ ഡ്രീം, എൻ്റെ സ്വപ്നം. എനിക്കറിയാം. ഓക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. അതെനിക്കറിയാം. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എഴുതിയില്ലേ? എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം. ആ സ്ഥലത്തിൻ്റെ പേര്. എനിക്ക് ആ സ്ഥലത്തേക്ക് എപ്പോഴും പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്ഥലം. എനിക്കറിയില്ല, ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലം എഴുതുന്നുണ്ട്. അമ്മ എൻ്റെ നോക്കിയിട്ടില്ല. ഞാൻ നിന്നെ നോക്കിയിട്ടില്ല. കഴിഞ്ഞ ഇല്ല. അടുത്തത്, എൻ്റെ ടീച്ചറുടെ പേര്. എനിക്കിഷ്ടമുള്ള ടീച്ചറുടെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമുള്ള ഡ്രസ്സ്. എനിക്കിഷ്ടമുള്ള മെറ്റീരിയൽ. എനിക്കിഷ്ടമുള്ള മൂവി എന്തായിരുന്നു? നിക്കട്ടെ, ഒരു മിനിറ്റ് ഇന്നാരെങ്കിലും. ഓക്കെ, ഞാൻ എഴുതാം. അമ്മ എന്തേലും നോക്കിയിട്ട്. ഞാൻ ചോദിക്കട്ടെ? അമ്മ ചോദിച്ചോ. ഫസ്റ്റ് തന്നെ എനിക്ക് ഏറ്റവും പോവാൻ ഇഷ്ടമുള്ള സ്ഥലം ഇത് നിൻ്റെ ഏട്ടാണ് എസ്തർ. എനിക്ക് പോവാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. അമ്മയ്ക്ക് പോവാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മലയാളത്തിൽ എഴുതില്ലേ? മലയാളം, ഇംഗ്ലീഷ് എല്ലാം ഹിന്ദി. ഇല്ല, എഴുതി. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ്. ഓക്കെ, ഇതാന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, എൻ്റെ ഫേവറേറ്റ് കളർ. ഓക്കെ. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്. അതെനിക്കറിയാതിരിക്കില്ല. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം. അതിൻ്റെ സ്പെല്ലിങ് എനിക്ക് കേട്ടില്ല എന്നുള്ളൂ. അറിയാം, സ്പെല്ലിങ് കുഴപ്പമില്ല. Good idea.
എൻ്റെ ഡ്രീം. ഞാൻ മറന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫുഡ് എനിക്കറിയില്ല. എൻ്റെ ഫേവറേറ്റ് ടീച്ചർ. അയ്യോ അങ്ങനെ ചോദിക്കരുത്, എനിക്ക് പേരൊന്നും കിട്ടില്ല. എനിക്ക് പേര് കിട്ടില്ല. എന്നാൽ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞങ്ങളുടെ ആനിവേഴ്സറി ഡേറ്റ്, വെഡിങ് ആനിവേഴ്സറി ഡേറ്റ്. അതെനിക്കറിയാം. ഡേറ്റ് ഒന്നും പറ്റില്ലടാ. ഡേറ്റ് മാസം വേണം. ഓക്കെ. എൻ്റെ ധാരണയിൽ ഞാൻ എഴുതി. വർഷം ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. ഓക്കെ. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ്. അതായത് മെറ്റീരിയല്. നിനക്ക് എത്ര ചോദ്യമുണ്ടായിരുന്നു? 1 2 3 4 5 6 7 8 9 10 11. അതായത് മെറ്റീരിയൽ. ഫേവറേറ്റ് മൂവി എൻ്റെ. നോക്കരുത്, അമ്മ അറിയില്ല. കുഴപ്പമില്ല, അറിയണ്ടേ ഇനിയിപ്പോൾ. ആർക്ക് കൂടുതൽ അങ്ങോട്ടും കൂടെ അറിയാമെന്നറിയാലോ. ടീച്ചറിന് വേറൊരു ചോദ്യം വേണമല്ലേ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അത് നിനക്കറിയില്ലെങ്കിൽ നിനക്കൊല്ലേ. ഇനി പറയാം. നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ. ആദ്യം നിന്റെ ഞാൻ വായിക്കാം. ഓക്കെ. ഞാൻ ആദ്യം പറയും. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഡയറി മിൽക്ക്. ഡയറി മിൽക്ക് സിൽക്ക്. സോറി, സിൽക്ക് ഞാൻ എഴുതിയിട്ടില്ല. ഡയറി മിൽക്ക് സിൽക്കാണ്. ഓക്കെ, സിൽക്ക്. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കളർ കാണാണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫേവറേറ്റ് കളർ റാണി. റാണിയാ? ഏത് റാണി? റാണി പിങ്ക്. റാണിയൊക്കെ. ഇനി എനിക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം പിസ്ത. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിയ. എൻ്റെ ഫേവറേറ്റ് ഞാൻ പറയാം ഇംഗ്ലീഷ്. ഞാൻ പറയാം നിന്റെ ഡ്രീം നഴ്സിംഗ്. BSc നേഴ്സാവാം. BSc ഉണ്ട് കേട്ടോ. ഞാൻ നഴ്സിംഗ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ ഫേവറേറ്റ് ഫുഡ് ചിക്കൻ ഷവർമ. ചിക്കൻ എന്നൊക്കെ എഴുതേണ്ട ഒരു കാര്യമില്ലേ. ചിക്കൻ ഷവർമയാണ് നിങ്ങൾക്ക് ഇഷ്ടം. ഇനി എനിക്ക് പോവാനുള്ള സ്ഥലം ലക്ഷദ്വീപ്. കാശ്മീരാണ് ഞാൻ. എനിക്ക് കാശ്മീർ. എനിക്ക് ആ സ്ഥലം തന്നെ ഞാൻ പറയാറില്ല. ഇനി അടുത്തത്. ഇനി ഇഷ്ടപ്പെട്ട ടീച്ചർ. കൃഷില്ല. അവളെ എഴുതിയിട്ട് അവൾക്ക് തന്നെ വായിക്കാൻ കിട്ടില്ല. റഷീല. ഞാൻ റീന എഴുതിയത്. ഒരു നിന്റെ സിസ്റ്റർ പോയപ്പോ ഒരു ടീച്ചർ വന്നില്ലേ, പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ ടീച്ചറാണ് ഞാൻ വിചാരിച്ചത്. ഇനി എനിക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ഫ്രോക്ക് മെറ്റീരിയൽ. ഇങ്ങനെ കോട്ടൺ ഒക്കെ ഇനി അടുത്തത് ബാഹുബലി 2. എനിക്ക് അത്ഭുത ദീപ. നിനക്ക് ഏറ്റവും ഇഷ്ടം? എനിക്കതറിയില്ല. ബാഹുബലി 2 ആണ് ഞാൻ എഴുതിയത്. അപ്പൊ എന്റെ തെറ്റി. അപ്പൊ 1 2 3 4 5 എണ്ണം എന്റെ തെറ്റി. 11 എനിക്ക് 6 മാർക്ക്. 11 6ആണ്. ഇനി അമ്മയുടെ ഇഗ്ലു കാശ്മീരാണ് ഞാൻ ഉദ്ദേശിക്കണേ. അതാണ് അവള് പറഞ്ഞത്. അവിടുത്തെ മഞ്ഞു വീണിട്ടുള്ള വീടുകൾ. ശരിയാണ്. അമ്മയുടെ ഫേവറേറ്റ് സബ്ജക്ട് ഹിന്ദിയാണ്. അമ്മയുടെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ്. അമ്മയുടെ ഫേവറേറ്റ് ഡയറി മിൽക്ക്. ബബിളാണ്. ബബിള്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ തിരിച്ചു.
എനിക്കൊരു മാർക്ക് പോയി. ഒരെണ്ണം തെറ്റി. ഇത് ഇത് പിന്നെ ഐസ്ക്രീം സ്പാനിഷ് ഡിലൈറ്റ്. ഞാൻ പറയാം, എനിക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. ചെറിയ മോനായതുകൊണ്ട് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ പറ്റണില്ല. അപ്പോൾ ടീച്ചറാവണം തന്നെയാണ് എൻ്റെ ഡ്രീം. അതവള് എഴുതിയിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ട്. അമ്മയുടെ ഫേവറേറ്റ് ഫുഡ് എനിക്ക് ഷവർമ. എൻ്റെ ഷവർമ തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് അവള് തെറ്റിച്ചു. ഓഗസ്റ്റ് 26 22 അത് സാരില്ല. ആഗ്രഹം 3 മാസമല്ലേ, ആഗ്രഹം 3 ഡേറ്റ് അല്ലേ പോയിട്ടുള്ള 22. എന്റെ മനസ്സിലെ 4 ഡേറ്റ് ഇനി അമ്മയുടെ ഇത് ഡ്രസ് കോട്ടൺ ഞാൻ ചുരിദാർ മെറ്റീരിയലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് തെറ്റിട്ടോ. ഇനി രാവണപ്രഭു അമ്മയ്ക്ക് ഇഷ്ടമുള്ള സിനിമ. അമ്മയ്ക്ക് ആര്യ 2 അല്ല, ആര്യ 1 ആദ്യത്തെ ആര്യാണ് ഇതൊക്കെ ഏറ്റവും ഇഷ്ടം. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടെന്നറിയോ, ആ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ അമ്മയുടെ ഏതോ പ്രിയരാഗം മൂളി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കറക്റ്റ്. അപ്പോൾ അവൾക്ക് തന്നെയാണ് കൂടുതൽ മാർക്ക്. 11-ലെ 1, 2, 3 മാർക്ക് ഞാൻ തിരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഹൂ നോസ് മീ ബെറ്റർ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവൾക്ക് അവൾ എഴുതിയേക്കുന്നത് ശരിയല്ല. 3/11 അവൾ എഴുതിയേക്കണത്. അങ്ങനെയല്ല എഴുതണ്ടേ. 11-ൽ എത്ര മാർക്ക്? 8 മാർക്ക്. 3 എണ്ണം തെറ്റിച്ചു. അപ്പോൾ അവൾക്ക് 8 മാർക്കും എനിക്ക് 6 മാർക്കും. മീൻസ്